മലയാള സിനിമ ഇപ്പോൾ ഉന്നതങ്ങളിലാണ്. രാജ്യത്ത് സിനിമാ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങി. ദേശീയ പുരസ്കാര വേദിയിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം ഉൾപ്പെടെ 6 പുരസ്കാരങ്ങളാണ് കേരളം കരസ്ഥമാക്കിയത്. രാജ്യത്തെ എന്നല്ല ലോകത്തെ തന്നെ ശ്രദ്ധേയമായ ഒരു കലാകേന്ദ്രമായി മലയാള സിനിമാ മേഖല മാറുകയാണ്. 2017 മുതൽ 25 വരെയുള്ള കാലയളവിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അംഗീകരിച്ച 18,000 സിനിമകളിൽ ഏറ്റവും അധികം കുടുംബ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് മലയാളത്തിലാണ്. സാധാരണഗതിയിൽ പുരസ്കാരങ്ങൾക്ക് പരിഗണിക്കുന്ന ചിത്രങ്ങളെല്ലാം ക്രിമിനൽ സംസ്കാരത്തെ ആഘോഷിക്കുമ്പോൾ ആശയം കൊണ്ട് കഥ പറയുകയാണ് മലയാള സിനിമ. ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ഉള്ളൊഴുക്ക് എന്ന സിനിമ തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. സാധാരണക്കാരന്റെ ജീവിതത്തെ തെല്ലും കളങ്കമില്ലാതെ വരച്ചു കാട്ടാൻ മലയാള സിനിമയ്ക്കായി. മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ദി കേരള സ്റ്റോറിയുടെ രാഷ്ട്രീയത്തെ പോലും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് പുരസ്കാരവേദിയിൽ മലയാള സിനിമ തല ഉയർത്തി നിൽക്കുകയാണ്. പലരും തൊടാൻ ഭയക്കുന്ന വിഷയങ്ങളെ ലാഘവത്തോടെ അവതരിപ്പിക്കാൻ എന്നും നമ്മുടെ സിനിമകൾ ശ്രദ്ധിച്ചു. ഗുരു, കിസ്മത്ത്, കാതൽ, നാരായണീന്റെ 3 ആൺമക്കൾ, ആട്ടം, ഉള്ളൊഴുക്ക്, കിഷ്കിന്ധാകാന്ഡം എന്നിങ്ങനെ സമൂഹത്തിലുള്ള എല്ലാത്തരം മനുഷ്യരുടെയും മനോവ്യാപാരങ്ങളെ വരച്ചു കാട്ടാൻ ഇത്രയധികം മുന്നോട്ട് വരുന്നത് ഒരുപക്ഷെ മലയാള സിനിമ മാത്രമായിരിക്കും. ഗുജറാത്ത് കലാപത്തെ തുറന്നു കാട്ടുന്ന എമ്പുരാന് നേരെ ഉയർന്ന നാക്കുകളും കൈകളും ഒന്നും ഒരു ജനതയെയാകെ മോശമാക്കി ചിത്രീകരിച്ച ദി കേരള സ്റ്റോറിക്ക് നേരെ ഉയർന്നിട്ടില്ല. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പേര് മാറ്റാൻ ഇറങ്ങിത്തിരിച്ചവരാരും കേരള സ്റ്റോറിയുടെ ഉള്ളടക്കം മാറ്റാൻ ആവശ്യപ്പെട്ടില്ല. ചിലപ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് കലയെ വെട്ടിമുറിക്കാൻ വിട്ടുകൊടുക്കാത്ത ഒരേയൊരു ജനത നമ്മളായിരിക്കും. സിനിമ നമുക്ക് ഭരണവർഗത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഉപാധിയല്ല, നമുക്കത് അക്ഷരാർത്ഥത്തിൽ കലയാണ്. കലയ്ക്ക് ഏറ്റവും ആവശ്യം സ്വാതന്ത്ര്യവുമാണ്. അത് മലയാള സിനിമ ആവശ്യാനുസരണം ഉപയോഗിക്കുന്നുമുണ്ട്. അതേസമയം ബോക്സ് ഓഫീസ് ഹിറ്റുകളുടെ കാര്യത്തിലും മലയാള സിനിമ പിന്നിലല്ല. കഴിഞ്ഞ വർഷം മാത്രം മലയാള സിനിമ 1000 കോടിയുടെ വരുമാന നേട്ടം കൈവരിച്ചിട്ടുണ്ട്. തന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ എന്നാണ് പുരസ്കാരം സ്വീകരിച്ച ശേഷം മോഹൻലാൽ പറഞ്ഞത്. അത് കേട്ട ഓരോ മലയാളിയും നാളിതുവരെ കണ്ട ചിത്രങ്ങൾ ഓർത്തു കാണണം. നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് അഭിമാനം തോന്നാൻ ക്ലാസിക്കുകൾ സമ്മാനിച്ച മഹാരഥന്മാരെ ഓർത്തു കാണണം. ഇന്നും സിനിമയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഓരോ കലാകാരനെയും ഓർത്തു കാണണം. മലയാളിക്ക് സിനിമ 2.5 മണിക്കൂറിന്റെ നേരം പോക്കല്ല, രാഷ്ട്രീയവും സാമൂഹിക ബോധവുമാണ്, ജീവിതത്തിന്റെ തന്നെ ഗൃഹാതുരത്വമാണ്. ജാതി, മത, പ്രായ, ലിംഗഭേദമന്യേ മനുഷ്യന് മനസ്സിലാക്കാനും ആസ്വദിക്കാനും ചർച്ച ചെയ്യാനും ഉതകുന്ന തരത്തിൽ കലയെ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്ന കാര്യത്തിൽ മലയാള സിനിമ മറ്റേത് ഭാഷയേക്കാളും വലിയ വിജയം കൈവരിച്ചുവെന്ന് നിസ്സംശയം പറയാം.